ഹായ് എവ്രി വൺ. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാ? അഗസ്റ്റിൻ എൻ്റെ കസിനാണ്. അഗസ്റ്റിനും ജർമ്മനി തന്നെയാണ്. ആക്ച്വലി അഗസ്റ്റിൻ എന്ന് പറയുമ്പം ഇച്ചിരി വിയേർഡ്, കാരണം ഞങ്ങളൊക്കെ ഉണ്ണി എന്നാണ് വിളിക്കുന്നത്, ഉണ്ണിക്കുട്ടൻ. അപ്പോൾ ഡി ജെ ബാക്കിലിരുന്ന് കാര്യം വർക്ക് ചെയ്യുന്നുണ്ട്. ഹായ് പറയുന്നോ? ഒന്നുകൂടെ കാണിക്കേ. ഇന്നത്തെ പ്ലാൻ ബേസിക്കലി ഈ ഡൈനിങ് ടേബിൾ ഒന്ന് ക്രിസ്മസ് തീമിൽ സെറ്റ് ചെയ്യണം. ഇവിടെ ട്രീ വരും, പിന്നെ വീടൊന്ന് ഓവറോൾ സെറ്റ് ചെയ്യണം. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ണിയുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതിന് തന്നെ ഓൾറെഡി ലൈറ്റ് ഉണ്ട്. വർക്ക് ചെയ്യുന്ന ഡി ജെ ആണ് പണിയെടുക്കുന്നത്. ഓക്കെ, എന്താ ഇത് ആക്ച്വലി നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടിയതുകൊണ്ട് ഇതിൻ്റെ ഇതെങ്ങനെ ആക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി വരണം. ഉണ്ണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. വിചാരിച്ചതിനേക്കാൾ ഈസി അല്ലേ? ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ച അത്രയും ഒരു ബുഷിയല്ല. മേ ബി നമുക്ക് കൈ കൊണ്ടാക്കാൻ പറ്റുമായിരിക്കും അല്ലേ? ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല. യെസ്. ഇതെങ്ങനെ ജോയിൻ ചെയ്യാൻ ജസ്റ്റ് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി അല്ലേ? ആ അടിയിലത്തേതും എനിക്ക് തോന്നുന്നു കുറച്ചൊന്നും നമ്മൾ, പക്ഷെ ലൈറ്റ് വരുന്നത് നന്നായല്ലേ? പ്ലഗ് പോയിന്റ് എവിടെയാ? രീതി ഒന്ന് കുത്തുന്നു ഇപ്പൊ തന്നെ. വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡി ജെ ട്രീ കണ്ടപ്പം സഹിക്കാൻ പറ്റാണ്ട് ട്രീ സെറ്റ് ചെയ്യാൻ വന്നു. അല്ല, ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അല്ലേ? കുത്താൻ പറ്റില്ല. ഇല്ല, ഇത് രണ്ടും മെയിൽ എടുക്കല്ലേ? മൊമെന്റ് ഓഫ് ട്രൂത്ത്. കൊള്ളാം. നീ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു കേട്ടോ, കുഴപ്പമില്ല. അല്ല, ആ കത്തിയ മൊമെന്റ് കിട്ടി. പല മോഡുണ്ടല്ലേ? എടാ, ഈ ലൈറ്റ് ഓഫ് ആക്കോ. കളേഴ്സ് ഉണ്ട്. ഈ ലൈറ്റ് ഒന്ന് ഓടിപ്പോയി ഓഫ് ആക്കുവോ? കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ആകും. നമുക്ക് അടിയിൽ ഗിഫ്റ്റ് ബോക്സസ് വെക്കണം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ചേച്ചിക്ക് ഒരു വീഡിയോ അയച്ചു. ഇതിനോ? ഇതിന് 250 250 or 230. കൊള്ളാം. അപ്പൊ നമുക്ക് ബാക്കി എല്ലാം ഒരു സൈഡിലേക്ക്. ഓൾമോസ്റ്റ് ആയല്ലേ? ആ താഴത്തെ ഒരെണ്ണം, ഈ ഒരു ആക്ച്വലി കുറെ സാധനമുണ്ട്. ഇതൊക്കെ എവിടെ തൂക്കണ്ടെന്ന് എനിക്ക് അറിയില്ല. വേണ്ട, ഇത് അങ്ങനെ കിട്ടിയ സാധനം മൊത്തം ഉണ്ടടാ. നമുക്കത് എന്തിനു വേണം, എങ്ങനെ വേണമെന്ന് നോക്കിയിട്ട് യൂസ് ചെയ്യണം. കുറെ ഇവിടെ കുറെ സാധനം എവിടെയുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ടായിട്ടുണ്ടല്ലേ? അനു ചേച്ചി തന്ന ട്രീ ആണ്. അനു ചേച്ചിയുടെ മോനാണ് അന്റോണിയോ. ഇതുപോലെ ഓരോ കവേഴ്സിലായിട്ട് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ആ കാണുന്ന പൈൻ കോൺസൊക്കെ ഞാൻ ആക്ച്വലി ഒരു ലേക്കിൽ പോയപ്പം ആ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് മരത്തിൻ്റെ അടിയിൽ നിന്ന് കളക്ട് ചെയ്തതാണ്. ഒത്തിരി സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നോക്കി എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കണം.
ഉണ്ണി ഒരു ഐഡിയ പറഞ്ഞു, ആര്യ ബഡായുടെ, അതായത് പുള്ളിക്കാരി ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഓർണമെൻറ്റ്സ് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വെച്ച് ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പിന്നെ ഇത് ട്രീയുടെ മുകളിൽ വെക്കുന്ന ഡീജെ ഞാൻ വെച്ചു കേട്ടോ. അയ്യോ, ഇതിനൊരു കൂർത്ത അറ്റം അല്ലെങ്കിൽ ഇത് കയറ്റി വെക്കാൻ സ്ഥലമില്ല. എടാ ഉണ്ണി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. ഇച്ചിരി കൂടെ ഒരു സ്ട്രോങ് ബേസ് വേണമല്ലേ ഇതിന്? ചെറിയൊരു ചെരിവ് ആ മുകളിൽ നിന്ന്. ഡീജെ നോക്ക്, സംഭവം സെറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർണമെൻറ്റ് തൂക്കാം. വീഡിയോ എടുത്തോണ്ട് തൂക്കുന്ന ആക്ച്വലി അത്ര എളുപ്പമല്ല. ഇങ്ങനെ പോകും. ഫുള്ളായില്ല എന്നാലും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. എടാ ലൈറ്റ് ഇടുമ്പോൾ കുറേ കൂടി ലുക്ക് കൂടുമായിരിക്കും അല്ലേ? ഈ അടുത്തുള്ള ഗ്യാപ്പ് കുറേ കൂടി ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ പ്ലാൻ. അല്ല, ഞങ്ങൾ വേറൊരാളുടെ ഒപ്പീനിയന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇഷ്ടപ്പെട്ടോ? കുറച്ചും കൂടെ ഇച്ചിരി വലിപ്പമുള്ള ബൗൾസ് വേണമെന്ന് തോന്നുന്നു. ഡി ജെ കാർ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്രയും കംപ്ലീറ്റ് ആയത് അവൻ കണ്ടില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ വലിപ്പമുള്ള ബൗബിൾസ് ഇട്ടാലാണ് കുറച്ചും കൂടെ ഭംഗി വരുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പം നാളെ പോയി വാങ്ങാനുള്ള പ്ലാനിലാണ്. ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മൊമെൻ്റ് ഓഫ് ട്രൂത്ത് അറിയാം കേട്ടോ. ഇങ്ങനെ ഇടുമ്പം നമുക്ക് ആ ലൈറ്റ് മാത്രമേ തിരിയുന്നുള്ളൂ, ഡെക്കറേഷൻ കാര്യമായിട്ട് കാണത്തില്ല. മറ്റേ മോഡൊക്കെ ഇട്ടേടാ. രസമുണ്ട്. നമ്മളുടെ ഡെക്കറേഷൻ ഇങ്ങനെ ഒട്ടും തിരിയത്തില്ല. അപ്പം നമുക്ക് ഈ ലൈറ്റ് ഇടാം. വെയിറ്റ് പെട്ടു. ഇഷ്ടമായില്ല? എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ പറയാൻ പറ്റത്തില്ല, പുള്ളിക്കാരി വേറെ ലെവലാണ് ചെയ്തത്. ഉണ്ണി അവിടെ വിൻഡോ ഡെക്കറേറ്റ് ചെയ്യുവാണ്. ആക്ച്വലി ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾക്ക് ആർക്കും ഒരു ക്ലിയർ ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം കയ്യിലുള്ള ഓരോ സാധനങ്ങൾ വെച്ചിങ്ങനെ വെച്ച് അതെങ്ങനെ ഭംഗിയായി നോക്കി അങ്ങനെ അങ്ങ് ചെയ്യുക ചെയ്തത്. എന്നാലും ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടിയില്ല. നാളെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി ബാക്കിയും കൂടെ ഡെക്കറേറ്റ് ചെയ്യണം. നമ്മുടെ ട്രീയിൽ നിന്ന് എന്തൊക്കെയോ ഓൾറെഡി താഴെ വീഴാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. ഇതാണ് വാഷ്റൂമിന് ചെറിയൊരു സൈഡിലെ ഡെക്കറേഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനന്ന് വാങ്ങിയ ക്രിസ്മസ് ചെടിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇരിക്കുന്ന മെർമെയ്ഡ് പൂപ്പിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ ഒരു സ്നോമാനെയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അങ്ങനെ ഓൾമോസ്റ്റ് ഡൈനിങ് ടേബിളിൻ്റെ പണി കഴിഞ്ഞു, ക്രിസ്മസ് ട്രീയുടെയും പണി കഴിഞ്ഞു ഇന്നത്തേക്ക്. ബാക്കി നാളെ പോയിട്ട് എന്തെങ്കിലും കുഞ്ഞു സാധനം വാങ്ങി ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വെഡ്ഡിങ് ഗിഫ്റ്റ് കിട്ടിയൊരു നേറ്റിവിറ്റി സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇതാണ്. അപ്പോൾ ഇതും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു.
നാട്ടിലെ പോലെ ജർമ്മനിയിൽ അങ്ങനെ വീട്ടിൽ കരോൾ പോകുന്ന പരിപാടിയോ ഉണ്ണീശോനെ കൊണ്ടുവരുന്ന പരിപാടിയോ ഒന്നും അങ്ങനെ ഇല്ല. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ അടുത്തില്ല. അപ്പോൾ ക്രിബ് പണിയുന്ന ഒരു പരിപാടി യൂഷ്വലി ചെയ്യാറില്ല. അപ്പോൾ ഈ നേറ്റിവിറ്റിയുടെ ഈ സംഭവം കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം നമുക്ക് ക്രിബ് ആക്കണ്ട, പക്ഷേ ക്രിബ് പോലെ തന്നെയുള്ള എല്ലാം ഉണ്ട്. അപ്പം ഇത് ഞാൻ ഹാലോവീന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചൊരു ചെറിയ കോർണറായിരുന്നു. ഇവിടെ അത് വെക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. നല്ല രസമുണ്ട് കാണാൻ, ക്യൂട്ട്. അപ്പോൾ പക്ഷേ ക്രിസ്മസ് ട്രീയുടെ ലൈറ്റ് മറ്റേത് ഓഫാക്കാം. ഓ വാവ്, നല്ല രസം. വെച്ചോ ഉണ്ണി, നീ തന്നെ. തൽക്കാലം കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി അടിപൊളിയായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ബട്ട് നാളെ പോയിട്ട് ചെയ്യണം. എനിക്ക് ഈ ഉണ്ണീശോനെ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ ഗബ്രിയേലിൻ്റെ ദർശന സാഫല്യം എന്ന് പറഞ്ഞുള്ള ആ പാട്ടില്ലേ, അതിൽ ഉണ്ണീശോ കുഞ്ഞിക്കാലിട്ട് അടിക്കുന്നല്ലോ എന്നൊരു പാട്ടുണ്ട് ആ ലിറിക്സിൽ. എനിക്കിപ്പോൾ ഉണ്ണീശോനെ കാണുമ്പോൾ ഒക്കെ ആ പാട്ടിൻ്റെ ആ ഒരു ഭാഗം ഓർമ്മ വരും. എത്ര ക്യൂട്ടല്ലേ. പൊട്ടിയോ? അപ്പോൾ ഗൈസ്, DJ ഉണ്ണി, ഞാൻ വീഡിയോയില്ല ബാ. അപ്പോൾ എന്തായി പണി? അപ്ഡേറ്റ് ചെയ്യേ. ഇന്നത്തേക്ക് കഴിഞ്ഞു. ബാക്കി നാളെ ട്രീയിൽ വേറെ ബബിൾസ് വാങ്ങണം. പിന്നെ നമ്മുടെ ഇവിടെയും കുറച്ച് ഡെക്കറേഷൻ ബാക്കിയുണ്ട്, അവിടെ ക്രിബുണ്ട്. അപ്പോൾ ബാക്കി നാളെ ഞാൻ ഉണ്ണിയും കൂടെ ഷോപ്പ് ചെയ്യാം അല്ലേ ഉണ്ണി? ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ്. DJ ചൂസ്. ബൈ ബൈ. ഇതെന്നിട്ട് ബാക്കി എപ്പോൾ വരും? ഇങ്ങനെ ആക്കുമ്പോൾ തീർന്നോ? അതെപ്പോഴാണ് വരുന്നത്? നാളെയോ? നാളെ വരാം. ഹായ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ഞാനും ഉണ്ണിയും കൂടി ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ട് കുറച്ച് സാധനം കൂടെ വാങ്ങിക്കൊണ്ട് വന്നു. മനസ്സിന് അത്ര ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. മാത്രമല്ല ഷോപ്സിൽ നിന്ന് ഓൾമോസ്റ്റ് എല്ലാം അവരെടുത്ത് മാറ്റി. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അപ്പം ഉള്ള സാധനങ്ങൾക്ക് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കുടഞ്ഞിട്ടോ, നോ പ്രോബ്ലം. ഉണ്ടായിരുന്ന സംഭവം മൊത്തം നമ്മൾ എടുത്തിട്ടുണ്ട്. കുടഞ്ഞൂടെ ഇനി? യെസ്. അപ്പോൾ ബാക്കി തുടങ്ങാം. ഇന്നലെ ഇതാ ഇവിടെയാണ് നിർത്തിയത്. ബാക്കി ഇപ്പോൾ തുടങ്ങും. ഓൾമോസ്റ്റ് ആക്ച്വലി നമ്മൾ ഇട്ട് കഴിഞ്ഞു. വാങ്ങിയ വലിയ ബബിൾസൊക്കെ ഇട്ടു. പക്ഷേ നമ്മുടെ ബൗണ്ടറി കുറച്ചൊന്ന് അലമ്പായി. അപ്പോൾ ബൗണ്ടറി ഒന്നും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ റിമൂവ് ചെയ്തിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ഫൈനൽ ലുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നു എന്ന്. കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറന്നു എന്ന്. എന്റെ അമ്മ, ഇത് സ്റ്റേബിൾ ആക്കുന്നതല്ല കേട്ടോ, ഇതൊരു കാണാൻ ഭംഗിയില്ല. ഈ
ലൈറ്റ്സ് എവിടെ സെറ്റ് ചെയ്യും എന്നുള്ള ഒരുപാട് ഡിസ്കഷന് ശേഷം കേട്ടോ ഞങ്ങൾ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി വിൻഡോസിലൊക്കെ ചെയ്യാമെന്ന് ഓർത്തിട്ട് പിന്നെ വേണ്ടെന്ന് വെച്ചു. നിങ്ങളൊക്കെ കണ്ട പോലെ ഭയങ്കര ഫണ്ണായിരുന്നു ഇത്. നമ്മളുടെ ട്രീ അങ്ങനെ ഫൈനലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾക്ക് ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തു. അത്യാവശ്യം വലിപ്പമുള്ള കുറച്ച് ബബിൾസൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി. അങ്ങനെ അത് പിന്നെ ഡൈനിങ് ടേബിൾ ചെറിയ മാറ്റം വരുത്തി. ഇനി ഇവിടെ ഇരുന്നിട്ട് ആക്ച്വലി ക്രിസ്മസിൻ്റെ അന്ന് 25th ഡിന്നർ കഴിക്കുന്നത്. നാളെ ചേട്ടയുടെ അടുത്ത് നിന്നായിരിക്കും ഡിന്നർ. പിന്നെ ഇവിടെ കിച്ചൺ കൗണ്ടറിൻ്റെ അടുത്ത് ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. അഡ്വെൻറ്റിൻ്റെ ക്യാൻഡിൽസ് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയുടെ അടിയിൽ കുറച്ച് ബബിൾസൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യണം. ആക്ച്വലി ഫ്രോയ് വൈനാക്ട് ഇങ്ങനെ പറഞ്ഞാൽ മെറി ക്രിസ്മസ് എന്നാണ് ജർമ്മനിൽ മീനിങ്. ഇത് ട്രീയുടെ അടിയിൽ കുറച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് ബോക്സസ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യണമെന്ന് ഓർത്തായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഈ ഒരു ക്രിസ്മസ് ചെടിയും കൂടെ വാങ്ങിയായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ മുകളിൽ അവർ ഗ്ലിറ്റർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. ഇനി എല്ലാവരെയും ക്രിസ്മസ് ഡിന്നറിൻ്റെ അന്ന് കാണാം. അപ്പോൾ ഗൈസ് പറ, നിങ്ങൾ പറ. ഫാറ്റിഷ് എന്ന് പറഞ്ഞ് ഫിനിഷ്ഡ് ജർമ്മനിൽ. DJ ഓൾറെഡി ബൈ പറഞ്ഞു. അടുത്ത അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തു അല്ലേ? ഞാനും ഉണ്ണിയും ഹാർഡ് വർക്ക് ചെയ്തു. DJ അങ്ങനെയല്ല, കുറച്ച് കള്ളപ്പണി. അപ്പോൾ ഇനി ക്രിസ്മസ് ഡിന്നറിൻ്റെ അന്ന് കാണാം അല്ലേ ഉണ്ണി? അതുവരേക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഉണ്ണിയാണ് എൻ്റെ ഡും. ഇവന്റെ ഫാൻസിനെ മാത്രം വിളിച്ചാൽ സബ്സ്ക്രൈബ്. എൻ്റെ ഡും ഒരിക്കലും ശരിയാവുന്നില്ല.